അടുത്തായിട്ട് നമ്മളൊരു രസം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 തക്കാളി ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് ഒരു കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഞാൻ ഒരല്പം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കർ രസം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ടാണ് കുക്കറിൽ വെക്കുന്നത്. ഈ കുക്കറിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി കുക്കറൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ രസത്തിൻ്റെ കൂട്ടിലേക്ക് കുറച്ച് കറിവേപ്പിലയും മസാലപ്പൊടികളും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒറ്റ വിസിലേ അടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഞാൻ തുറന്നെടുത്തു. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് കടുക് കാച്ചാനായിട്ട്. രസം കാച്ചിയെടുക്കുന്നതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് വറുത്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഉലുവ പൊടിച്ചതാണ് ഇനി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. രസത്തിൽ ഒരു ഇഞ്ചിയുടെ രസം നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഹാഫ് ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പാകമായിട്ട് വരട്ടെ. ഇങ്ങനെ ഉണ്ടാക്കുന്ന രസം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഒരല്പം ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് വയറിനും നല്ല സുഖമാണ്. ഒരു സദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വയറൊക്കെ ഒരു പാകമാവും. അപ്പോൾ അതിനൊക്കെ ഇങ്ങനത്തെ ഒരു രസം കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഇങ്ങനത്തെ ഊണൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ലൊരു രസം കൂടി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് ഗ്ലാസ്സിലൊഴിച്ച് കുറച്ച് കുടിക്കും. അപ്പോൾ നല്ലൊരു സംതൃപ്തി തോന്നാറുണ്ട്. അപ്പോൾ നമ്മുടെ കിണ്ണൻ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.